ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഊണ് കഴിക്കാനായിട്ട് തമിഴ്നാട് തക്കല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളാണേ. ശരിക്കും പറഞ്ഞാൽ ഊണ് കഴിക്കാൻ വേണ്ടി മാത്രം പോയതല്ല കേട്ടോ, വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഊണ് കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഊണിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട് ഹോട്ടലിൽ കയറുമ്പോൾ എനിക്ക് എപ്പോഴും പേടിയാണ് കേട്ടോ. രുചിയുള്ള ഭക്ഷണം കിട്ടുമോ എന്നുള്ള ടെൻഷനാണ്. പിന്നെ ഈ തക്കല എന്ന് പറയുന്ന സ്ഥലം കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഏകദേശം ബോർഡർ പോലെയൊക്കെ വരും. അപ്പോൾ അവിടുത്തെ കൾച്ചറൊക്കെ സെയിം ആണ്. ഏകദേശം കേരള സ്റ്റൈലിലുള്ള കൾച്ചറും തമിഴ്നാട് കൾച്ചറും മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഊണിനോടൊപ്പം ഉണ്ടായിരുന്ന കറികളൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ആദ്യം വാങ്ങിയത് മീൻചാറാണ് കേട്ടോ. പരിപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ആ പരിപ്പിൻ്റെ കളറ് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയില്ല. മീൻചാറ് വാങ്ങിയിട്ടാണ് ഞാൻ ആദ്യം ഊണ് കഴിച്ചത്. ക്ഷമിക്കണം കേട്ടോ, മീൻചാറ് എന്ന് പറയുന്നത് മീനിൻ്റെ ഗ്രേവിയാണ്. തിരുവനന്തപുരത്തുകാർ ഇതിന് ഇങ്ങനെയാണ് പറയുന്നത്, മീനിൻ്റെ ചാറ് എന്നാണ് പറയുന്നത്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഞാൻ വാങ്ങിയത് നെത്തോലി ഫ്രൈ ആണ് കേട്ടോ. തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും കറികളൊന്നും വാങ്ങിക്കത്തില്ല, കാരണം കറി എങ്ങനത്തെ ടേസ്റ്റ് ആയിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഉദ്ദേശിച്ചത് മീൻ കറിയാണ് കേട്ടോ. പക്ഷേ ഫ്രൈ ഏകദേശം എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫ്രൈ മേടിച്ചത്. നെത്തോലി ഫ്രൈ ആണ് മേടിച്ചത്. കേരള സ്റ്റൈലിലുള്ള ഭക്ഷണം തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. അതേ രുചി തന്നെയാണ്. രണ്ടാമത് ഇച്ചിരി ചോറുകൂടി മേടിച്ചു, കൂടെ സാമ്പാറാണ് ഞാൻ വാങ്ങിയത് കേട്ടോ. ഹോട്ടലിൻ്റെ മുന്നിൽ ഇങ്ങനൊരു ചേട്ടൻ നിൽപ്പുണ്ട്. ഇത് കണ്ടപ്പോൾ ആദ്യം ഇച്ചിരി സങ്കടം തോന്നി. പിന്നെ ഇത് ആ ചേട്ടനൊരു വരുമാനമാണ് എന്ന് ഓർക്കുമ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്. പക്ഷെ എന്നാലും ഇങ്ങനെ ഹോട്ടലുകാർ ഇങ്ങനെ മുന്നിൽ നിർത്തുന്നത് വളരെ മോശമായിട്ടാണ് എനിക്കിപ്പോഴും തോന്നിയത്. ഇതാണ് കേട്ടോ ഞാൻ കഴിച്ച ഹോട്ടൽ. ഇവിടെയുള്ള ഏക പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബോർഡും തമിഴിലായിരിക്കും കേട്ടോ. തമിഴിൽ ബോർഡായതുകൊണ്ട് ഇതിൻ്റെ പേരെനിക്ക് മനസ്സിലായില്ല. എനിക്ക് തമിഴ് വായിക്കാനും അറിയത്തില്ല. താങ്ക്